ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എന്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെ കുറിച്ചു ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തിയടയുന്നു. എന്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. എന്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്നെന്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എന്റെ ആത്മാവ് അങ്ങയോടൊട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതിയ പ്രഭാതവും പുതിയ സ്നേഹവും പുത്തൻ അഭിഷേകവും പുതിയ ചൈതന്യവും നൽകി നല്ല ദൈവം നമ്മളെ ഉണർത്തിയിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ സ്നേഹമാണ് ദൈവത്തിൻ്റെത്. പുത്തൻ അഭിഷേകം നൽകി നമ്മെ ഉണർത്തുന്ന ദൈവം. ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, അവിടുന്നാണ് എൻ്റെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം അടുപ്പത്തോടെ നമ്മുടെ സ്നേഹപിതാവിനോട് പറയാൻ കഴിയുമോ, ദൈവമേ അങ്ങ് എൻ്റെ ദൈവമാണ്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ദൈവം എന്ന് പറയുവാൻ. അവിടെ നമ്മോട് എന്താ പറയുന്നത്? നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ദൈവം നമ്മോട് പറയുകയാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണെന്ന്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ദൈവം നമ്മെ സ്നേഹിക്കുകയും വ്യക്തിപരമായി നീ എന്റേതാണ്. അതിനർത്ഥം എന്താ? നീ എൻ്റെ എന്ന് പറയുമ്പോൾ നീ മറ്റാരുടെയും അല്ല, നീ മറ്റൊന്നിന്റെയും അല്ല എന്ന് കൂടി അർത്ഥമുണ്ട്. നീ എന്റേതാണ്. അപ്പോൾ ദൈവം അനന്തമായ സ്നേഹവും കരുണയും ചൊരിഞ്ഞ് ദൈവം നമ്മെ എന്റേതെന്ന് വിശേഷിപ്പിച്ച് ആ നെഞ്ചോട് ചേർക്കുമ്പോൾ നമുക്കും പറയാനാവുമോ, ദൈവമേ അങ്ങ് എൻ്റെ ദൈവമാണ് എന്നുള്ള ആ തിരിച്ചറിവിന്റെ വലിയ സമർപ്പണത്തിന്റെ വാക്കുകൾ? അതേ പ്രിയമുള്ളവരെ, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അതെങ്ങനെയാ തേടുന്നത്? എങ്ങനെയാണ് ദാഹിക്കുന്നത്? ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ഉണങ്ങി വരണ്ട ഭൂമി. ഒരു മഴത്തുള്ളിക്ക്
എത്രമാത്രം ദാഹിക്കുന്നുണ്ട് എന്നതുപോലെ എന്റെ ശരീരം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന സങ്കീർത്തകൻ പറയുക. തീർച്ചയായും അത് ദൈവവുമായുള്ള ഒരു ഗാഠമായ ബന്ധത്തിന്റെ ഏറ്റുപറച്ചിലാണ്. അത്രമാത്രം സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തന്റെ ജീവനും തന്റെ ആത്മാവും നൽകി ദൈവം നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ഹൃദയത്തിന്റെ സ്പന്ദനവും ആ ദൈവത്തിന്റെ തിരുഹൃദയത്തോട് ചേർന്ന് സ്പന്ദനം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പുതിയ പ്രഭാതം അതിലേക്കായി വഴിതെളിക്കട്ടെ. ദൈവമേ, അവിടുന്നാണെന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. സങ്കീർത്തകൻ തുടരുകയാണ്. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ ശക്തി, വചനം നമ്മോട് പറയുന്നില്ലേ, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന് ബലമായി മാറണം. അത് പരിശുദ്ധാത്മ ശക്തിയാണത്, ബലമായി മാറേണ്ട ശക്തി. അതുകൊണ്ടാണ് വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ഉജ്ജ്വലിക്കണം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പൂർണ്ണതയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാണ്. അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധാത്മ ചൈതന്യം നമ്മളെ ഓജസ്സും തേജസ്സും ശക്തിയും ബലവും കൃപകളും ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നൽകി നമ്മളെ വഴി നടത്തും. ഈ പരിശുദ്ധാത്മാവിന്റെ ശൂന്യത അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സാംശീകരിക്കാത്ത കുറവാണ് നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതയും നിരാശയും വിഷാദത്തിന്റെ ആഴങ്ങളും തേടുന്നതിന് കാരണം. അതുകൊണ്ട് അവിടുത്തെ ശക്തി, അതിനുവേണ്ടി ഞാൻ ദാഹിക്കുന്നു. ഓ കർത്താവേ, എന്റെ ദൈവമേ, നിന്റെ ശക്തിക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ശക്തി, ഈ ബലം, ഈ കൃപ, ഈ അഭിഷേകം, അത് നമ്മളെ എപ്പോഴും പ്രത്യാശയിലേക്കും ദൃഢമായ വിശ്വാസത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഈ പ്രഭാതം നമ്മൾ ഉണരുമ്പോൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, പുതിയ ഈ ദിനത്തിന്റെ പാതകളിൽ ശക്തിയും ഓജസ്സും ദൈവീക ജ്ഞാനവും നൽകി എന്നെ നയിക്കണമേ. എന്താണ് പ്രിയമുള്ളവരെ ദൈവീക ജ്ഞാനം? ദൈവീക ജ്ഞാനം എന്ന് പറയുന്നത് പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമാണ്. നമ്മുടെ ജീവിത വഴിത്താരകളില് ശരിയേത് തെറ്റേത്, നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവീക ജ്ഞാനം ആവശ്യമുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യ ശക്തിയാണത്. സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനമാണത്. ലോകവിജ്ഞാനം വ്യത്യാസമുണ്ട്. ലോകവിജ്ഞാനം അത് ഈ ലോകത്തിൽ ലഭ്യമാകുന്നതാ. എന്നാൽ അതിലും അതീതമായി ദൈവീക ജ്ഞാനം നമ്മളെ നയിക്കണം. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമെന്ന് നമ്മൾ പാടാറില്ലേ? സ്നേഹമുള്ളവരെ, ഈ ജ്ഞാനത്തിന്റെ അഭാവം, ഈ ശക്തിയുടെ അഭാവം നമ്മുടെ ജീവിതങ്ങളെ ക്ഷയിപ്പിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ ദിനവും വളരെ വിവേകത്തോടെ, സ്വർഗീയ ജ്ഞാനത്തോടെ, ദൈവീക വരപ്രസാദം നിറഞ്ഞുകൊണ്ടായിരിക്കണം ചുവടുകൾ വെക്കേണ്ടത്. കാരണം അത്രമാത്രം കലുഷിതമാണ് ചുറ്റുപാടുകൾ, അത്രമാത്രം പ്രശ്നസങ്കീർണമാണ് ചുറ്റുപാടുകൾ. വലിയ വെല്ലുവിളിയോടെ ആത്മീയ ജീവിതത്തിൽ ചുവടുകൾ വെക്കേണ്ട കാലഘട്ടമാണ്, നമുക്കറിയാമല്ലോ. അതുപോലുള്ള പ്രശ്നസങ്കീർണതകളും ദൈവത്തിൽ നിന്നല്ലാത്ത ലോകത്തിൻ്റെതായി കടന്നു വരുന്ന ഒരുപാട്
മാത്സര്യ ശൂന്യതകളും നമ്മുടെ ജീവിതങ്ങളെ ക്ഷയിപ്പിക്കാം. എന്നാൽ അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ, ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ തിന്മയിൽ നിന്നൊഴിഞ്ഞു മാറി നന്മയിലേക്ക് നീങ്ങുവാൻ നമുക്ക് സാധ്യമാണ്. ഈ പുതിയ ദിനത്തിൽ ദൈവിക ജ്ഞാനത്തിന്റെ നിറവിൽ നീങ്ങുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എന്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു, ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവിക ജ്ഞാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് വഴുതി വീഴും. അപ്പോൾ ദൈവിക ജ്ഞാനമുണ്ടെങ്കിലോ ജീവനിലേക്കായി നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഓരോ പ്രഭാതവും ഈ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാനാകണം, അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അതേ പ്രിയമുള്ളവരെ, ഈ ശക്തിയും മഹത്വവും ഇതാ ദൈവത്തിന്റെ നിറവായി വിശുദ്ധ മന്ദിരത്തിൽ ഓരോ പ്രഭാതത്തിലും നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിൽ നമുക്ക് വേണ്ടി ഇതാ തിരുഭോജ്യമായി മാറുന്ന അപ്പം, ജീവന്റെ അപ്പം, ജീവിക്കുന്ന ദൈവം, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് അരുളി ചെയ്തുകൊണ്ട് കൂടെ വസിക്കുന്ന കർത്താവ്, എന്നെ അയച്ച പിതാവ് ആകർഷിക്കലല്ലാതെ ആർക്കും എന്റെ അരിയിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്ന കർത്താവ്, ഈ ദൈവം നമ്മളെ ബലിപീഠത്തിലേക്ക് മാടി വിളിക്കുകയാണ്. അവിടെയാണ് ശക്തി, അവിടെയാണ് ഓജസ്, അവിടെയാണ് തേജസ്, അവിടെയാണ് ബലം, അവിടെയാണ് കൃപ. അതിന്റെ നിറവാണ് ഓരോ ബലിപീഠവും. ഇവിടെ ദിവ്യകാരുണ്യമായി ദൈവത്തിന്റെ ശക്തി പെയ്തിറങ്ങുമ്പോൾ ഇതാ സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു, വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രഭാതം, നമ്മുടെ ഈ പുതിയ ദിവസം ഇതാ ബലിപീഠത്തിൽ നിന്ന് ഓജസ്സും തേജസ്സും ഊർജവും സാംശീകരിക്കുവാൻ ഉതകും വിധം ഹൃദയമൊരുക്കണം. അനുതാപത്തിന്റെ ഒരു നേർത്തെളിച്ച വഴി, അനുതാപം നിറഞ്ഞ ഒരു വഴി തെളിച്ചുകൊണ്ട് അനുരഞ്ജിതരായി തീരുന്ന നവമൊരു പീഠമൊരുക്കുന്ന ബലിപീഠം, അവിടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കണം. ആ ജീവൻ നമ്മളെ നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാദങ്ങൾ ഇടറുകയില്ല. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ആ ഊർജം, കർത്താവേ അങ്ങയുടെ ശക്തി, അങ്ങയുടെ ബലം, അങ്ങയുടെ കരുത്ത് എന്നെ നയിക്കട്ടെ എന്ന് സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് പറയാനാവണം. വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. അങ്ങയുടെ കാരുണ്യം, ആ കാരുണ്യമാണ് ദിവ്യകാരുണ്യം, ആ കാരുണ്യമാണ് നിത്യകാരുണ്യം, ആ കാരുണ്യമാണ് അനന്തകാരുണ്യം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പ്രഭാതത്തിൽ ഈ ദൈവസ്നേഹത്തിന്റെ ആ കരുണയുടെ ജീവിതം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ആ ജീവന്റെ അപ്പത്തെ സാംശീകരിച്ചുകൊണ്ട് ആ കരുണയുടെ സാക്ഷ്യം നൽകുവാനും കൂടി കർത്താവ് വിളിക്കുകയാണ്. ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, നീ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ കരുണയുടെ സാക്ഷ്യം നൽകുവാൻ, കരുണയുടെ മുഖം പകരുവാൻ, സോദരർക്കായി ദൈവസ്നേഹത്തിന്റെ ആ ദിവ്യകാരുണ്യാമൃതം പങ്കുവെക്കുവാനും കൂടി കർത്താവ് നമ്മളെ ഒരുക്കുകയാണ്. വീണ്ടും സങ്കീർത്തകൻ എന്താ പറയുന്നത്? എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്റെ ജീവിതകാലം മുഴുവൻ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തെ പുകഴ്ത്തും. സത്യത്തിൽ എണ്ണിയാൽ തീരുമോ പ്രിയമുള്ളവരെ? നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ എന്നൊക്കെ നമ്മൾ പാടിയിട്ടില്ലേ? എണ്ണിയാൽ തീരുമോ ദൈവം തന്ന കൃപകളും, ദൈവം തന്ന കരുണയുടെ മുഖവും, ദൈവം തന്നിട്ടുള്ള ആ നമ്മുടെ കരം പിടിച്ചിട്ടുള്ള അവസരങ്ങളുടെ? ഒരുപക്ഷെ വഴുതി വീണേക്കാവുന്ന നമ്മളെ എത്രയോ തവണ അവൻ കരങ്ങളിൽ താങ്ങി, എത്രയോ വഴുതി വീണുപോയ നമ്മളെ
പാപമോചനം നൽകി മാറോട് ചേർത്തു. അങ്ങനെയെങ്കിൽ എണ്ണിയാൽ തീരുമോ അവന്റെ നന്മകൾ? ഈ ജീവിതകാലം മുഴുവൻ നന്ദി പറഞ്ഞാൽ തീരുമോ നമ്മുടെ ജീവിതം? സങ്കീർത്തകൻ പറയുകയാണ്, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കരങ്ങൾ ഉയർത്തോ നമ്മള്? എല്ലാം മറന്ന് കരങ്ങൾ ഉയർത്താൻ പറ്റുമോ നമുക്ക്? പ്രിയമുള്ളവരെ, പലപ്പോഴും ഒന്ന് കരങ്ങൾ ഉയർത്താൻ പറഞ്ഞാൽ ഒരുപക്ഷെ ലജ്ജയുടെ അല്ലെങ്കിൽ മോശം എന്ന മനോഭാവം നമ്മളെ ചൂഴ്ന്നു നിൽക്കാറുണ്ട്. എന്നാൽ സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ കരങ്ങൾ ഉയർത്തി അങ്ങേക്ക് നന്ദി പറയും. കാരണം ഞാൻ എന്റേതല്ല, ഞാൻ അങ്ങയുടേതാ. എന്നെ പരിപാലിക്കുന്നത് അങ്ങാണ്, എന്നെ വഴി നടത്തുന്നത് അങ്ങാണ്. എന്റെ കർത്താവെ, ഞാൻ അങ്ങയെ എത്ര സ്നേഹിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സങ്കീർത്തകൻ പറയുന്നില്ലേ? പ്രിയമുള്ളവരെ, എന്റെ ദൈവമേ, അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഈശോ വിശുദ്ധ മർഗരീത്തായോട് പറയുന്നുണ്ട്, ലോകത്ത് ഏറ്റവും അധികം ഈശോ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ്. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന എന്ന് വിശുദ്ധ മർഗരീത്തയോട് ഈശോ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കെന്നെ പറയാൻ സാധിക്കൂ, ഈശോയെ നീ എന്റേതാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയണമെങ്കിൽ അവിടെ ഒരു സ്വർഗീയ നിഷ്കളങ്കതയുടെ ഹൃദയം ആവശ്യമുണ്ട്. അവിടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ ഡൊമിനിക് സാവിയോ, വിശുദ്ധ മരിയ ഗൊരേത്തിയോ ഒക്കെ അങ്ങനെ അനേകം വിശുദ്ധരുടെ ആ ഹൃദയബന്ധത്തിന്റെ ചേർച്ച ഉണ്ടാവണം. ഒരു നിഷ്കളങ്കതയുടെ, ഒരു സ്വച്ഛതയുടെ, ഒരു ശാന്തതയുടെ, ഒരു ഹൃദയപരമാർത്ഥതയുടെ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ എന്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയൂ. അതെങ്ങനെയായിരിക്കണം? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ കൂടിയായിരിക്കണം. അതായത് മറ്റൊന്നുമില്ല, എനിക്കെന്റെ ദൈവമാണ് വലുത്, എനിക്കെന്റെ ദൈവമാണ് എല്ലാം, എന്റെ ദൈവം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിന്റെ ആത്മാർത്ഥത ഹൃദയത്തിൽ സംശീലിക്കാൻ പറ്റൂ.